ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. 17-ാമത്തെ അധ്യായം എന്നെടുക്കാമോ? നമുക്ക് ചിലപ്പോൾ കാണാതെ അറിയാവുന്ന ഒരു വചനം പ്രാർത്ഥനയായിരിക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ജെറമ്യാ 17:14 ചെന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ നിങ്ങളുടെ ആ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗഖ്യത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു വചനമാണ്. ആ രക്ഷ, ആ സൗഖ്യം ഏത് മേഖലയിലാണോ ആവശ്യം, ഇപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിലൊക്കെ ആ വിശ്വാസത്തോടെ വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചോണം. വചനം ഇങ്ങനെയാണ്: കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. നേരിട്ട് പറഞ്ഞേ, കർത്താവേ, ഉറക്കെ പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നുവെച്ചാൽ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ, ശരീരത്തെക്കാളേറെ മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ എല്ലാ പ്രതിസന്ധി, എല്ലാ പ്രശ്നങ്ങളെയും എല്ലാം അവനറിയാം. നിന്റെ ബ്രെയിൻ സിസ്റ്റം അനുഗ്രഹിച്ചവന് നിന്റെ മുട്ടി മുതൽ നഖം വരെ അറിയാവുന്ന, നട്ടു വളർത്തിയ ഈ പിതാവിനറിയാം നിന്റെ തോട്ട് പാറ്റേൺ, നിന്റെ ടെൻഷൻസ്, നിന്റെ ആകുലതകൾ, നിന്റെ ബ്രോക്കൺനെസ്, നിന്റെ ഇല്ലായ്മകൾ, കണ്ണുനീരുകളെല്ലാം ഈശോയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആ രക്ഷ തേടി, ആ സൗഖ്യം തേടി ഓടി അലയുകയല്ല. ചിലപ്പോൾ നിരാശപ്പെടും. മനുഷ്യരുടെ അടുത്തേക്ക് പോയാൽ, മനുഷ്യരിൽ ആശ്രയിച്ചാൽ ഇവര് കൂടെ ഉണ്ടാകും, ഇവര് സഹായിച്ചോളും, എൻ്റെ ഏറ്റവും ഡൗൺ ടൈമിലും ഇവരെൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി നിന്നാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരും കൂടെ സഹായിച്ചില്ല, അവരും കേട്ടില്ല എന്നോർക്കുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം കുറേയും കൂടെ വലുതാവും.